ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈദ് മുബാറക്. ഈദ് മുബാറക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. എങ്ങനെ പോകുന്നു പെരുന്നാളല്ലോ? പെരുന്നാളൊക്കെ നല്ലോണം പോലെ കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓ, എന്താ ഭക്ഷണം ഇന്ന് ഉണ്ടാക്കിയത്? മുട്ട ബിരിയാണി. ഉമ്മ കഴിച്ചോ? ഓ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ്? നോമ്പ് ക്ഷീണം തന്നെ. എന്നാലും ഞാൻ വെറും കഞ്ഞി കുടിച്ചിട്ടാണ് നോമ്പ് പിടിക്കുക. അതുകൊണ്ട് കുറേ ക്ഷീണം ഉണ്ടാവും. പിന്നെ കുറേ ഞാൻ കുറേ കിടക്കും, പിന്നെ കുറേ എണീക്കും. അങ്ങനെ വേറെ വലിയ ക്ഷീണം തന്നെ പറയാനില്ലല്ലോ. കഞ്ഞിയൊക്കെ കുടിച്ചിട്ടല്ലേ നോമ്പ് പിടിക്കുന്നത്. അൽഹംദുലില്ലാ, കഞ്ഞി കുടിച്ചിട്ടാ അപ്പം നോമ്പ് നോക്കുന്നത് അല്ലേ? പിന്നെ ഭയങ്കര വെയിലും വെയിലിൻ്റെ ചൂടും. അപ്പോൾ പണ്ടത്തെ നോമ്പും പെരുന്നാളാണോ ഇപ്പോഴത്തെ നോമ്പും പെരുന്നാളാണോ സന്തോഷം? ഇപ്പോഴത്തെ നോമ്പും പെരുന്നാളും തന്നെ സന്തോഷം. പണ്ടത്തെ വെച്ചാൽ കഷ്ടപ്പാടല്ലേ, തിന്നാൻ കിട്ടാതെ കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്ന കാലമാണ് പണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ബിരിയാണി, നെയ്ച്ചോറും മന്തി ഇതെല്ലാം ഉണ്ട്. അന്ന് എന്താ ഉണ്ടാവുക? അന്ന് വെറും ചോറുണ്ടാവും. ചിലപ്പോൾ വെറും ചോറും പപ്പടും എന്തെങ്കിലും ഒരു കറി ഉണ്ടാവും. അപ്പോൾ അന്ന് പിന്നെ ബീഫൊന്നും വാങ്ങൂലായിരുന്നോ? അന്ന് ബീഫും മീനും ഒന്നും ഇങ്ങനെ വാങ്ങൂല. വാങ്ങാൻ പൈസ ഉണ്ടാവൂല. അത് ശരി. പിന്നെ പെരുന്നാളായിട്ട് എവിടെയാ പോകുന്നത്? പെരുന്നാളായിട്ട് എവിടെ പോകണമെന്നുണ്ട്. അതിന് പിന്നെ മരുമോനും വരണം, എൻ്റെ മോനും വരണം, പേരക്കുട്ടികളും വരണം. എല്ലാവരും വന്ന് തീരുമാനിച്ചിട്ട് വേണം പോകാൻ. ഉമ്മക്ക് പോകാനൊക്കെ ഇഷ്ടമാണോ എല്ലായിടത്തും? പോകാനൊക്കെ ഇഷ്ടം. എവിടെയൊക്കെ പോകാനാണ് ഇഷ്ടം? ബീച്ചിൽ, കടപ്പുറം, പിന്നെ അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിലൊക്കെ അങ്ങനെ പോകും. അൽഹംദുലില്ലാ. അപ്പം പോകുന്നതൊക്കെ ഇഷ്ടമാണ് അല്ലേ? പിന്നെ ഉമ്മക്ക് എല്ലാവിധ പെരുന്നാൾ ആശംസകളും നേർന്ന് ഉമ്മക്ക് സന്തോഷമായിരിക്കട്ടെ. അടുത്ത കൊല്ലം ഉമ്മ ദീർഘായുസ്സോടു കൂടി ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശരി എന്നാൽ.